LED ടിവിയുടെ അകത്ത് ഇതിന് മാത്രം വില വരുന്ന എന്തായിട്ടും ഉള്ളത് നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ LED ടിവിയുടെ ബാക്ക് സൈഡ്. അതിൻ്റെ ഈ ബാക്ക് ക്യാബിനാണ് നമ്മൾ അഴിച്ച് മാറ്റാൻ പോകുന്നത്. ഇനി നമുക്കത് ഇവിടെ എവിടെ രണ്ട് ലോക്ക് വരുന്നുണ്ട്, അത് പ്രസ് ചെയ്താൽ വരുന്നതാണ്. മുകളിലും ലോക്ക് വരുന്നുണ്ട്, അത് നമ്മൾ സൈഡിൽ നിന്ന് തള്ളിക്കഴിഞ്ഞാൽ ലോക്ക് ഓപ്പൺ ആവും. ഇതിനകത്ത് വരുന്ന വയറുകൾ AC സപ്ലൈ വരുന്ന AC കോഡ് വയർ, പിന്നെ സ്പീക്കറിൻ്റെ കണക്ഷൻ, പിന്നെ വരുന്ന ഫ്രണ്ട് പാനലിലെ സ്വിച്ചുകൾ വരുന്ന കണക്ടർ. ഇത്രയും കേബിൾ ഊരി കഴിഞ്ഞാൽ നമുക്ക് ക്യാബിനറ്റ് ഊരി മാറ്റാം. ബാക്ക് ക്യാബിൻ ഇതിനകത്ത് ബാക്ക് ക്യാബിനറ്റിൽ വരുന്ന 2 സ്പീക്കർ, പിന്നെ നമ്മുടെ പവർ ഓൺ ആക്കുന്നതിനും ചാനൽ മാറ്റുന്നതിനും വോളിയം പ്ലസ് മൈനസ് കൂടുന്നതിൻ്റെ ഒരു പാനലുണ്ട്. പാനൽ ഇത്ര ആയിട്ടാണ് ബാക്ക് ക്യാബിനറ്റ് വരുന്നത്. AC കോഡ് വയറും ആ കൂടെ തന്നെയാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ബോർഡ്. ഈ ബോർഡും പിന്നെ പാനലുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ബോർഡ് നമ്മളെ സപ്ലൈ വരുന്നതും ബാക്ക് ലൈറ്റ് വോൾട്ടേജ് പോകുന്നതിന് കണക്ടർ, പിന്നെ സ്പീക്കർ ഔട്ട്, പിന്നെ അതുപോലെ തന്നെ പാനലിലേക്കുള്ള വോൾട്ടേജ് സപ്ലൈ എല്ലാം പോകുന്ന ബോർഡാണ്. ഇനി നമ്മൾ ഡിസ്കണക്ട് ചെയ്യേണ്ട വേറെ ഒന്ന് റിമോട്ടിലേക്ക് പോകുന്ന IR സെൻസറിലേക്ക് പോകുന്ന കണക്ടറും, പിന്നെ നമ്മുടെ ടീക്കം ബോർഡിലേക്ക് പോകുന്ന LVD കേബിളിൻ്റെ കണക്ടറുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ഡബിൾ സൈഡ് ടേപ്പ് റിമൂവ് ചെയ്യണം ഇതിൻ്റെ അന്ന്. പാനൽ അഴിക്കാൻ നമ്മുടെ ചുറ്റും ഫ്രെയിമിന് ചുറ്റുമുള്ള ലോക്ക് പിടിച്ചാൽ മതി, സ്ക്രൂ അല്ല. പൈന തിക്കി അതിൻ്റെ ലോക്ക് ഊരി പോരും. എല്ലാ സൈഡുമുള്ള ലോക്ക് നമ്മൾ ഇതുപോലെ പിടിക്കണം. അപ്പോൾ നമ്മൾ എല്ലാ ലോക്കും പിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രെയിം പൊക്കിയെടുത്താൽ മതി. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൈനെ പൊക്കി കഴിഞ്ഞാൽ ഫ്രെയിം ഊരി പോരും. ഫ്രെയിമിൽ വരുന്ന ഇൻഡിക്കേഷൻ ലൈറ്റും പിന്നെ റിമോട്ടിൻ്റെ IR സെൻസറും ആണ് വരുന്നത്. അതിൻ്റെ ബോർഡാണ്. ഇതാണ് ഇതിൻ്റെ പാനൽ. മെയിനായിട്ട് LED ടിവിയിൽ വില വരുന്ന ഐറ്റമാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. മെയിനായിട്ട് ഡിസ്പ്ലേ നമ്മൾ എടുത്ത് മാറ്റി. ഇനി വരുന്നതാണ് ഡിസ്പ്ലേയുടെ ഫ്രെയിമും ടഫ്ലോൺ ഷീറ്റും. ടഫ്ലോൺ ഷീറ്റിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റ് ബാക്ക് ലൈറ്റ് LED ആണ് ഉപയോഗിക്കുന്നത്. ആ LED വെട്ടം എല്ലായിടത്തും ഒരേപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടഫ്ലോൺ ഷീറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അഴിച്ചു മാറ്റണം. ഫ്രെയിം ലോക്ക് ചെറിയ ലോക്ക് ഉള്ളൂ. അപ്പോൾ ഇതിനെ പൊക്കിയെടുത്ത ലോക്ക് കിട്ടുന്നത്. ഇതാണ് ഫ്രെയിം. ഡിസ്പ്ലേയുടെ ഫ്രെയിമാണ് ഇത്. ഇത് ടഫ്ലോൺ ഷീറ്റ്. ഇത് പയ്യനെ ലോക്കൊന്നുമില്ല, പയ്യനെ പൊക്കി കഴിഞ്ഞാൽ ഊരിപ്പോരും. ചുമ്മാ ഷീറ്റാണ്. ഇതാണ് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് LED. അത് സ്ക്രൂ ചെയ്താണ് ഇതിൻ്റെ ഉറപ്പിച്ചിരിക്കുന്നത്. പാനലിൻ്റെ ബാക്ക് ലൈറ്റിന് വേണ്ടി LED ആണ് ഉപയോഗിക്കുന്നത്. ഇത് റിഫ്ലക്ഷൻ ഉപയോഗിക്കുന്ന ഷീറ്റാണ്. ഇതാണ് ബാക്ക് ആയിട്ട് LED വരുന്നത്. ഇത് ലോക്കാണ്. സോൾഡറിങ് അല്ല, ലോക്കാണ്. ഈ 2 LED സ്ട്രിപ്പിൽ നിന്നാണ് ഡിസ്പ്ലേയിലേക്കുള്ള വെട്ടം വരുന്നത്. 6 LED 2 സ്ട്രിപ്പാണ് വരുന്നത്. ഇതിൻ്റെ വോൾട്ടേജ് വരുന്നത് 85 വോൾട്ട് 90 വോൾട്ടിൻ്റെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ ക്യാബിനാണ്, മെറ്റൽ ക്യാബിൻ. 20,000 30,000 വരുന്ന LED ടിവികളിൽ വരുന്ന ഇത്ര ഐറ്റം ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത്ര സിമ്പിളാണ്.